എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം. നമ്മളുടെ അൽ കേരളം, ചുരുക്കത്തിൽ കേരളം എന്ന് നമ്മൾ പറയും. കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വീണ്ടും അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തന്നെയാണ് ഇന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ലൈവ്. നമ്മുടെ വിഷയം നിങ്ങളെല്ലാവരും ഇന്ന് കേട്ടറിഞ്ഞ വിഷയം തന്നെയാണ്. അഭിമന്യു കൊലപാതകം, എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന ആ കൊലപാതകം. അദ്ദേഹം ഒരു SFIക്കാരനായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ. അവർ പുറത്തുനിന്ന് ആളുകളെ വരെ ഇറക്കിക്കൊണ്ട് ഈ അഭിമന്യുവിനെ കുത്തിക്കൊല്ലുന്നൊരു അവസ്ഥ. അത് സംബന്ധിച്ചിട്ടുള്ള കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ അലംഭാവം അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അഭിമന്യുവിൻ്റെ കുടുംബവും അതുപോലെ തന്നെ SFI എന്ന സംഘടന പോലും ഇടയ്ക്ക് ആരോപിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തു തന്നെയായാലും കൊലപാതക രാഷ്ട്രീയം അത് കുട്ടികളുടെ കലാലയ രാഷ്ട്രീയത്തിലേക്കും കൂടി വലിയ തോതിൽ പടർന്നതിൻ്റെ ഒരു വലിയൊരു ലക്ഷണമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞിരുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘടനകളെ SFI ആയാലും ക്യാമ്പസ് ഫ്രണ്ട് ആയാലും ഒക്കെ തന്നെ നിരോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഏതായാലും ക്യാമ്പസ് ഫ്രണ്ടിനെ നിരോധിച്ച ഒരു സംഘടന തന്നെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വിഷയമാണ് നമുക്കതിൻ്റെ മറ്റ് ചില വശങ്ങൾ കൂടി ഇന്നൊന്ന് പരിശോധിക്കാനുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ഷെയർ എല്ലാം ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. അഭിമന്യു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2018 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അദ്ദേഹത്തെ തൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. എന്തു തന്നെയായാലും അന്നങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്ത ആ കൊലപാതകം അതവിടെ നടന്നു. അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായി. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടു, ഒക്കെ അവിടെ സംഭവിച്ചു. അങ്ങനെ അതിനൊടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിവരങ്ങൾ അത് കോടതിയിൽ ഹാജരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നു. അങ്ങനെ ഹാജരാക്കിയ ആ ഡോക്യുമെൻറ്റ്സ് അതാണ് ഇന്ന് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത്? സെഷൻസ് കോടതിയിൽ എറണാകുളത്ത് നിന്നാണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ചില ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മളിവിടുത്തെ NIA. അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് കിട്ടണം എന്ന ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഇവർ ഇറങ്ങി തിരിച്ച് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ കോടതിയിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനം, അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട്. അതങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അങ്ങനെ എളുപ്പം എടുത്ത് മാറ്റാവുന്ന ഒരു സംഗതിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോടതി ഒക്കെ പിന്നെ പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് നമുക്ക് പറയാം. എന്തു തന്നെയായാലും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നും അത് നഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയും, ചോറ് തിന്നുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അതിനകത്തു നിന്ന് ഒരാളുടെ സഹായത്തോടെ അല്ലാതെ അത് നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ആർക്കായാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുതന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി വരുന്ന, ഉയർന്നു കേൾക്കുന്ന ഒരു വാദവും. ഇത് അകത്തുനിന്ന് ആരോ സഹായിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇത് അവിടെ നിന്ന് എടുത്തു മാറ്റിയതാവാനേ വഴിയുള്ളൂ. കാരണം ഈ കേസിൻ്റെ വിചാരണ അത് കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് തുടങ്ങാനിരിക്കുകയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ അഭിമന്യു എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവ്. ഇതിൻ്റെ കുറ്റവാളികളായിട്ട് ഇവിടെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അവരുമായിട്ട് വളരെയധികം ക്ലോസ്ലി അലൈൻ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനം എന്ന രീതിയിൽ വിളിച്ചിരുന്ന ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സംഘടന, ഇതൊക്കെയായിരുന്നു ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നാണ് ഇന്നിപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് 5000 പേജ് വരുന്ന അതിൻ്റെ ചാർജ് ഷീറ്റ്, അതോടൊപ്പം അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് വിറ്റ്നസ് ആൻഡ് ദ അക്യൂസ്ഡ്, ഇതെല്ലാം അവിടെ നഷ്ടപ്പെടുന്നു. അതായത് അവിടെ സാക്ഷി മൊഴികളും അതോടൊപ്പം തന്നെ പ്രതികളുടെ മൊഴികളും എല്ലാം അടങ്ങുന്ന 5000-ഓളം പേജ് വരുന്ന ആ ഒരു ചാർജ് ഷീറ്റാണ് അവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്, ഇത് നഷ്ടപ്പെട്ടു, കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നിരുന്നാലും പ്രോസിക്യൂഷൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട്, അത് രണ്ടാമത് ഹാജരാക്കും, എന്നിട്ട് അവിടെ അതിൻ്റെ വിസ്താരം തുടങ്ങും എന്ന് അവിടെ ഒരു ആശ്വാസവാക്ക് അവിടെ പറഞ്ഞു വെക്കുന്നു. പക്ഷേ അവിടുത്തെ ഗുരുതരമായ പ്രശ്നം ഇതെങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെടുന്നൊരവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു, അതെന്താണ് അത് സൂചിപ്പിക്കുന്നത്, അത് ശരിയായ ഒരു രീതിയാണോ, അങ്ങനെ സംഭവിക്കുന്നതിൽ ഒരു അപാകത ഇല്ലേ, ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ, ഇതൊക്കെയാണ് അവിടെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. ഇതങ്ങനെ ഒരു ചെറിയൊരു വിഷയമായിട്ടൊരു ചെറിയൊരു എററായിട്ട് കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണോ നമ്മളിവിടെ വലതുപക്ഷം കൈയടക്കിയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ പേടിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു വാദം ഇവിടെ ഉയർത്താനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഉയർത്തിയിരിക്കും. അതുതന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ സ്വന്തം വീടുകളിൽ അനുഭവിച്ചിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദം, അതിൻ്റെ പല രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്, അതുതന്നെയാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഇവിടെ കേരളത്തെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇസ്ലാം എന്ന ചെതൽ അരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇൻക്ലൂഡിങ് കോടതി വരാന്തകളിലടക്കം, കോടതിയുടെ സ്ട്രോങ് റൂമുകളിലടക്കം ചെതലരിച്ചിരിക്കുന്നു ഈ ഇസ്ലാം എന്ന ചെതൽ. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ചെറിയ ഒരു കാര്യമല്ല, ഇതൊരു വലിയ അടയാളപ്പെടുത്തലാണ്. ഈ കേരളത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഈ ക്യാൻസർ, ഈ ചെതൽ, അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ മുന്നിലൂടെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. ഈ ഒരു കേസിൽ തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ അവിടുത്തെ നേതാവ് മുതൽ പുറത്തുനിന്ന് വണ്ടി കൊടുത്ത് ഇറക്കുമതി ചെയ്ത പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗുണ്ടകളടക്കം ഇതിനകത്തുണ്ട്. എല്ലാവരും എണ്ണം തികഞ്ഞ ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ്, കാക്കാമാരാണ്, മുസ്ലിങ്ങളാണ്. ഇവർ തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അത് വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട. ഇനി ഇവർ എക്സ് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെ ഇറങ്ങി തിരിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഇതേ ക്യാമ്പസ് ഫ്രണ്ട് തന്നെയായിരുന്നു നമ്മളുടെ കർണാടകയിലെ ഹിജാബ് പ്രക്ഷോഭം കുത്തിപ്പൊക്കി അതൊരു വലിയ ഒരു വിഷയമാക്കി മാറ്റി അവിടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയത് എന്നും നമ്മളിവിടെ വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇത് ഏതെങ്കിലും ഹിന്ദുത്വ മീഡിയ റിപ്പോർട്ട് ചെയ്തതോ അതല്ലെങ്കിൽ വലതുപക്ഷ മീഡിയ റിപ്പോർട്ട് ചെയ്തതോ അതല്ലെങ്കിൽ നമ്മൾ പടച്ചുവിട്ടതോ ഒന്നുമല്ല. ഇത് ഈ ഭാഗത്ത്, അതായത് മംഗലാപുരം ഭാഗത്തുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ അടങ്ങുന്ന SKSSFൻ്റെയൊക്കെ നേതാക്കൾ പോലും അവിടെ പറഞ്ഞു വെച്ചത് നിങ്ങൾ കണ്ടു. അന്ന് ഒരു കുട്ടി നേതാവ്, SKSSFൻ്റെ ഒരു നേതാവ് അന്ന് പറഞ്ഞത്, ഞാനിന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കിട്ടിയിട്ടില്ല, പിന്നീട് ഒരു വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്തണം. പണ്ടത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീഡിയോയിൽ, അത് നമുക്ക് തിരഞ്ഞു പോയാൽ സമയമില്ലാത്തതുകൊണ്ട് ഇന്നിവിടെ എടുക്കാത്തതാണ്, പഴയ വീഡിയോയിലുണ്ട്. അതിൽ നമ്മൾ അന്ന് വായിച്ച് കേൾപ്പിച്ച സംഗതി എന്താണ്, അതായത് ഈ വിഷയം, ഹിജാബ് എന്ന് പറയുന്ന വിഷയം, അത് കാലങ്ങളായിട്ട് അവിടുത്തെ കുട്ടികൾ ഈ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് അവിടെ അനുവർത്തിച്ച് പോകുന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെന്താണ്, സ്കൂളിനകത്ത് അവിടെ ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം അവിടെ ഉണ്ടായിരിക്കെ മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള കറുത്ത പടുതയൊക്കെ അണിഞ്ഞു വരും. എന്നിട്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറി കഴിയുമ്പോൾ അത് ഊരി അവരവിടെ മാറ്റി വെക്കും. എന്നിട്ട് സ്കൂളിലെ യൂണിഫോം ധരിച്ച് അവിടെ ഇരിക്കും. ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഏതാനും കുറച്ച് കുട്ടികളെ അവർ പിരികേറ്റിയിട്ട് അവർ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പുറത്തു നിന്നുള്ള ആളുകളുമായിട്ട് നിരന്തരം കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കെ അവർ ഇതൊരു വലിയ വിഷയമായിട്ട് ഉന്നയിക്കുന്നു. അങ്ങനെ അതൊരു വലിയ ചർച്ചാ വിഷയമാക്കുന്നു. തുടക്കത്തിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായപ്പോൾ അവിടെ സമീപത്തുള്ള ഇസ്ലാം മത നേതാക്കൾ, പണ്ഡിതർ എന്ന് വിളിക്കുന്ന ആളുകൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇത് നിങ്ങൾ കുത്തിപ്പൊക്കരുത്, നിങ്ങൾക്ക് അവിടെ യൂണിഫോമിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ, അത് പാലിക്കൽ നിങ്ങളുടെ ആവശ്യമല്ലേ, നിങ്ങളതല്ലേ ചെയ്യേണ്ടത്, ഇതിങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു വാദമല്ലേ, നിങ്ങൾക്ക് അവിടെ വേറെ ആരും വിദ്യാഭ്യാസം തടയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ മത നേതാക്കൾ അവരെ ഉപദേശിച്ച് പിന്തിരിപ്പിച്ച് അവരെ അയക്കുന്നു. അതിലൊതുങ്ങാതെ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഈ CFI, നമ്മളുടെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ, SDPIയുടെയൊക്കെ നേതൃത്വത്തിലുള്ള അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സഹായത്തോടു കൂടി ഇത് കൂടുതൽ ഊർജിതമായി അത് അവിടെ ഒരു പ്രക്ഷോഭത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ഇതാണ് അന്ന് അവിടെ നടന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് ആ സ്ഥലത്ത് തന്നെയുള്ള ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അന്നത്തെ ഈ വിദ്യാർത്ഥി നേതാക്കൾ തന്നെയാണ്, മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കൾ, SKSSFൻ്റെ ആ ലോക്കൽ ഏരിയയിലുള്ള ആളുകൾ തന്നെയാണെന്ന് അതോടെ പറഞ്ഞു വെച്ചത്. ഇനി അതിൽ മറ്റൊരു രസം,
ഇങ്ങനെ പറഞ്ഞു വെച്ചതിൻ്റെ പേരിൽ ഈ SKSSFൻ്റെ നേതാവിനെ എല്ലാവരും കൂടി പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. അവനെ മുർത്തത് വരെയാക്കി, അവനെ സംഘി വരെയാക്കി ചാപ്പയടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. അങ്ങനെ ഈ വിഷയത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾ ആര് തന്നെ ചൂണ്ടിക്കാണിച്ചാലും അവരെ ഉടനെ സംഘിച്ചാപ്പയടിച്ച് അവരെ ഒതുക്കുക, അവരെ കയ്യേറ്റം ചെയ്യുക, അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇതാ ക്രൂശിക്കുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇതാണ് ഇവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ വൈറ്റില ഭാഗത്തുള്ള ഒരു വൈറ്റില മോയിസ് എന്ന് പറഞ്ഞിട്ടൊരാൾ, ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമൊക്കെ കാണാനിടയായിട്ടുണ്ട്. അദ്ദേഹവും ഇതുപോലെ മതത്തിനകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. അങ്ങനെ ചെയ്തു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മതത്തിനകത്തെ കൊള്ളരുതായ്മകൾ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി പല നേതാക്കന്മാരോട് സംസാരിച്ചും പണ്ഡിതരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിട്ട് അത് ഗവനിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഇന്ന് യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇന്ന് അദ്ദേഹത്തെയും മുർത്തദായിട്ടും മതനിരാസകൻ ആയിട്ടും അതുപോലെ തന്നെ സംഘിയായിട്ടും വരെ ചാപ്പിയടിക്കുന്ന കാഴ്ച കാണുന്നതും അതിൽ അദ്ദേഹം വലിയ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തതൊക്കെ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, നിങ്ങൾക്ക് മതം വിട്ട് അങ്ങനെ അങ്ങ് പോയാൽ പോരെ എന്നൊരു ചോദ്യം. അതോടൊപ്പം ഇനി അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് അകത്ത് നിന്ന് പറഞ്ഞാൽ പോലെ, എന്തിനാണ് ഇങ്ങനെ വെളിയിൽ നിന്ന് വന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാണണമെന്ന് പറയുന്നത്. അങ്ങനെ അകത്ത് നിന്ന് ഇസ്ലാമിനെ പരിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അത് അസംഭവ്യമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സംഗതി ഇസ്ലാമിനകത്ത് നിങ്ങൾക്ക് പരിഷ്കരണം എന്നോണം, നവോത്ഥാനം എന്നോണം നിങ്ങൾക്ക് നടത്താൻ കഴിയില്ല എന്നതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ പല പ്രവൃത്തികൾ ചെയ്തു വെച്ച ആളുകളിൽ ഒരു ഉദാഹരണമാണ് ചേകന്നൂർ മൗലവി. ചേകന്നൂർ മൗലവിയുടെ ശവം പോലും ഇന്ന് കിട്ടിയിട്ടില്ല, കൊന്നു തിന്നു ഈ കാക്കാമാർ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ശരി. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് ആയാലും ഈ ക്യാമ്പസ് ഫ്രണ്ട് ആയാലും ഇത് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളെല്ലാം ഇതുപോലെ ഒതുക്കുക, അത് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നത് അവരുടെ ഒരു സ്ഥിരം രീതിയാണ്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ചെയ്തിയുടെ ഒരു ഇര കൂടിയാണ് സത്യത്തിൽ ഇന്ന് ഈ നമ്മളുടെ അഭിമന്യു എന്നും കൂടി വേണമെന്ന് നമുക്ക് പറയാം. കാരണം അഭിമന്യു മരിക്കുന്നതിന് തൊട്ട് മുന്നേ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ സംഘിച്ചാപ്പ അല്ലെങ്കിൽ സംഘികളെ കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറുന്ന ഒരു പരിപാടി അതിവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് അറിയാൻ കഴിയുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ അഭിമന്യുവിന് നേർക്ക് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്നും കൂടി വരുമ്പോൾ അവിടെ എന്താണ് വർക്കൗട്ട് ആയത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാം. എന്തായാലും നമുക്കൊരു ആശ്വസിക്കാനുള്ള ഒരു വക എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ നമ്മളെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യുന്ന ആ കൂട്ടത്തിൽ അതിനവിടെ കെട്ടിപ്പൂട്ടി അവിടെ മാറ്റി വച്ചിരിക്കുകയാണ്. 5 വർഷത്തേക്ക് അതിന് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു, ബാൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. അതൊരാശ്വാസമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള സംഘടനകൾ അതിനെ നമ്മൾ ബാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കും SFIയെ ബാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ എന്താണ് ക്യാമ്പസ് ഫ്രണ്ടിനെ ബാൻ ചെയ്യണമെന്ന് പറയാത്ത എന്ന് ചോദിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ക്യാമ്പസ് ഫ്രണ്ടിനെ പണ്ടേ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അറിയണം നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ, തീവ്രവാദം, ഭീകരവാദം, ഭീകരത, ടെറർ അഴിച്ചുവിടുന്നത് ആര് തന്നെയായാലും അങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്നതിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ, അതുവഴി നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ബാൻ ചെയ്യാനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിലും SFIയെ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ടിനെ ആണെങ്കിലും ഇതുപോലെ കൊലപാതകങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന ആളുകളെ ബാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് വൈകിക്കുന്നു എന്ന ചോദ്യം അതിവിടെ പ്രസക്തമാവുകയാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷനെ ബാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഈ ടെറർ അഴിച്ചുവിടുന്നു എന്നതാണെന്നുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ ബാൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും SFIക്കുമുണ്ട്. SFI എന്ന ആ സംഘടനയെയും ബാൻ ചെയ്യേണ്ടതുണ്ട് എന്നതും കൂടി ഇവിടെ നിന്ന് ആവർത്തിക്കുകയാണ്. കാരണം നമുക്കിത് ആരെ ചെയ്തു എന്നത് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ നോക്കിയിട്ടോ ബാലൻസിങ് നടത്തിയിട്ടോ അല്ല ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്. ഇതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധമായ, ജനാധിപത്യത്തിന് അതീതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ, വയലൻസിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു രീതി ഇവിടെ കൈക്കൊള്ളുന്നത് ആര് തന്നെയായാലും അത്തരം സംഘടനകളെ
നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം അത് നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു തലമുറ ഏറെ ഏർപ്പെടാൻ സാധ്യതയുള്ള ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നതിലുള്ള ബാധിച്ചിട്ടുള്ള ക്യാൻസറുകളാണ് ഇത്തരത്തിലുള്ള വയലൻസ് നിറഞ്ഞ സംഘടനകൾ എന്ന് നമ്മൾ പറയണം. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, സംഗതി ഈ ക്യാമ്പസ് ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചു എങ്കിലും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് സംഘടന പൂട്ടിപ്പോയപ്പോൾ ഏറെയും ചെന്ന് ചേക്കേറിയിരിക്കുന്നത് ഇന്ന് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മറ്റൊരു സംഘടനയിലാണ് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. അപ്പോൾ അധികം വൈകാതെ ഇനി ഇവരുടെ കൈകൊണ്ടും ഒരുപാട് ആളുകൾ ഇവിടെ കൊല്ലപ്പെടാനും അവർ കൈകാര്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ നമ്മൾ കാണുന്നു. ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഏതെല്ലാം വിധത്തിലുള്ള വയലൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും തമ്പടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എവിടം വരെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പേടി തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പറയാതെ നിവൃത്തിയില്ല. അതാണ് നമ്മൾ മുന്നിലുള്ള ഒരു ഗതികേട് എന്ന് നമുക്ക് പറയാം. കുട്ടികളെ നിങ്ങൾ കോളേജുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ അവർക്ക് കൊടുത്തുകൊണ്ട് വേണം ഇവരെ പറഞ്ഞയക്കാൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറയുന്ന വിഷയം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിലാണ് ഇന്ന് ഇവരെല്ലാം ചേക്കേറിയിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ ആർഷോ ബേബി അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. SFIയുടെ കുഞ്ഞാവയാണ് ഇത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്ന് തന്നെയാണ് ഞാനിവിടെ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും കൂടി ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഇത് പറഞ്ഞു വെച്ച പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നൊരു വിഷയം. അതിന് സാധാരണ നമ്മൾ 4 തൂണുണ്ട് എന്ന് പറയും. പക്ഷേ നമ്മളുടെ വക ഒരു തൂണ് അഡീഷണലി അതിന് ചേർത്തിട്ടുണ്ട്. അങ്ങനെ 5 തൂണ് നമ്മൾ ഇപ്പോൾ പറയുന്നു. ആ 5 തൂണുകളിൽ ഓരോ തൂണിലും ഇസ്ലാം എന്ന് പറയുന്ന ആ ചെതൽ അവിടെ അരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ അരിച്ചിട്ടുള്ള ഓരോ തൂണിനെയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ തൂണ്, നിയമനിർമ്മാണ സഭകൾ, അവിടെ എന്താണ് ഈ ഇസ്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഗുണം കാംക്ഷിച്ചുകൊണ്ട് നമ്മളൊരു നിയമനിർമ്മാണം നടത്തുന്ന മേഖലയിൽ പോലും അവിടെ ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള ആളുകൾ ചെന്നുകൊണ്ട് അതിനെ തടയിടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് യൂണിഫോം സിവിൽ കോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റു പല വിഷയങ്ങളിലും ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കവിടെ കാണാം. അതുകൂടാതെ ഇപ്പോൾ 370 അവിടെ കാശ്മീരിൽ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്നു. അതുകൂടാതെ മറ്റ് പല വിഷയങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. എന്തു തന്നെയായാലും അവിടെ ബാധിച്ചിട്ടുള്ള ഇസ്ലാം പല മേഖലകളിലും കൈകടത്തുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു, ചെതലരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ പ്രോസസ്സിലും ഇസ്ലാമിന് വലിയ തോതിലുള്ള ഒരു അവരുടേതായിട്ടുള്ള പ്രസൻസ് അറിയിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് സാധിക്കുന്നു. ഒരു നിയമം വൈകുന്നു, അതുണ്ടാകാൻ വൈകുന്നു എന്നത് അവിടെ നിന്ന് സങ്കല്പിച്ച് നോക്കിയാൽ അതിൻ്റെ ഗുണം ആർക്കൊക്കെയാണ് അവിടെ തടയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് മാത്രമാണ് നമ്മളെടുത്ത് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളിൽ അവരിൽ ഭൂരിപക്ഷത്തിനും ഇതുപോലെ ഏതെങ്കിലും ഒരു വിധേന അവരുടെ ഒരു ഡിവോഴ്സ് സംബന്ധിച്ചോ സ്വത്തവകാശം സംബന്ധിച്ചോ അഡോപ്ഷൻ സംബന്ധിച്ചോ മറ്റ് പല വിഷയങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാലും അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ടേനെ എന്നവർ ഓരോ നിമിഷവും പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ട്. അതിനാരാ തടസ്സം നിൽക്കുന്നത്? അതിന് ഈ ഇസ്ലാം തന്നെയാണ് തടസ്സം നിൽക്കുന്നത്. ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ നിയമനിർമ്മാണത്തിൽ കൈകടത്തിയിട്ടുള്ള ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള ആളുകൾ അവരാണത് ചെയ്യുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാലോ, ഇതേ ആളുകളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ നിലവിലെ ഭരണം അവരെന്താ പറഞ്ഞു വെക്കുന്നത്? അവർ പറഞ്ഞു വെക്കുന്നത് അവർക്കത് ശരിയല്ല, ശരിയത്താണ് ശരി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരും വന്നെത്തി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഗുണം ഒരാൾക്കും കിട്ടരുത് എന്ന നിർബന്ധം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ, ഇസ്ലാമിനേക്കാൾ കൂടുതൽ നിർബന്ധമായിട്ട് ഇന്നിപ്പോൾ ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് പോലുമായി മാറുന്നു എന്ന് വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് പോലും പറയാൻ ആർക്കും സാധിക്കാത്ത നിലയിലേക്ക് വരുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് നോവും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലും പറയാൻ സമ്മതിക്കാത്തൊരവസ്ഥ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതാണ് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ നിയമനിർമ്മാണത്തെ ഭരിക്കുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇത് വലിയ വലിയ സംഭവങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ വേണമെങ്കിൽ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചോളൂ. അത് കാരണം അതിനകത്തൊരു BJP എന്ന് പറയുന്നൊരു സാധനം അവിടെ വരുന്നുണ്ട്. ഇനി അതൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ ഇവിടുത്തെ ആളുകളെ ബാധിക്കുന്ന മറ്റു ചില നിയമങ്ങൾ എടുക്കുക.
ഇവിടെ സ്കൂളിലെ വിഷയം വരുന്നു. അവിടെ യൂണിസെക്സ് യൂണിഫോം അവിടെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മതം നടുറോട്ടിലിറങ്ങിയിട്ട് ജയ് വിളിച്ചിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടോ? ഇസ്ലാമിൻ്റെ വക്താക്കളല്ലാതെ അവിടെ ഇസ്ലാം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്ന് അത് ഒരു സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഈ ജെൻഡർ ബയാസ് അത് മാറുന്നതിനും, അതുപോലെ ആ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെല്ലാം അയവ് വരുത്തുന്നതിനും, നമ്മളൊരു കാര്യത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവിടെ ആ ജെൻഡർ അവിടെ വരേണ്ട കാര്യമില്ല എന്ന ഒരു വലിയൊരു സന്ദേശം അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലും ഇതുപോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെയും തുരങ്കം വെക്കുന്നത് ഈ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വെച്ചുകൊണ്ട് അതിനെ തടയുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കാതെ പോകുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, അതിവിടെയുള്ള പൊതുജനങ്ങൾ, അതിനകത്ത് നാനാ വിഭാഗത്തിലുള്ള മതസ്ഥർ, മതമില്ലാത്തവർ എല്ലാവരെയും ഒരുപോലെയാണ് അത് ബാധിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർക്കുക. ഇതുപോലെ ഓരോ വിഷയവും നിങ്ങൾ എടുത്തു നോക്കുക. ഇവിടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഇവിടെ സാക്ഷരത സംബന്ധിച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം ഓരോ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അന്നെല്ലാം അതിനെ തടഞ്ഞു നിർത്തിയത് ഇതേ ഇസ്ലാം തന്നെയായിരുന്നു, മറ്റൊരു മതവുമല്ല. അങ്ങനെ തടഞ്ഞു നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇവിടെ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതേ ഇസ്ലാം തന്നെയാണ്. ഇവിടെ സാധാരണ ചില ആളുകൾ പറയാറുണ്ട്, മുസ്ലിങ്ങൾ ഇതുപോലെയുള്ള ചില മേഖലകളിലൊക്കെ എണ്ണം വളരെ കുറവല്ലേ, സർക്കാർ ഉദ്യോഗത്തിൽ കുറവല്ലേ, ബാങ്ക് ഉദ്യോഗത്തിൽ കുറവല്ലേ, പോലീസിൽ കുറവല്ലേ, പട്ടാളത്തിൽ കുറവല്ലേ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് അവർ ന്യൂനപക്ഷമാണ്, അവരെ അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ടത്, മുസ്ലിങ്ങൾ അങ്ങനെ ഒരു കുറവ് നമ്പർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഗവൺമെൻറ് ഉദ്യോഗം എന്ന് പറയുന്നത് ഹറാമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുന്നത് ഹറാമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സൈന്യത്തിൽ ജോലി ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം, ഞാനെല്ലാം ഒരു കാലത്ത് അങ്ങനെ ആശ്വസിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ആശ വീട്ടിൽ പ്രകടിപ്പിച്ചപ്പോൾ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് പോലും വിദ്യാസമ്പന്നരായ നമ്മളുടെ പാരൻസ് പോലും നമ്മളോട് പറഞ്ഞു അത് മുസ്ലിങ്ങൾക്ക് അതത്ര യോജിച്ച സംഗതിയല്ല എന്ന് പറയുന്നു. അസ്കർ അലി ഇവിടെ മതം വിട്ട് പുറത്തു വന്നപ്പോൾ നടത്തിയ ആ പ്രഭാഷണത്തിലും അസ്കർ അലി സൂചിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിങ്ങൾ ചേരരുത്. കാരണം നിങ്ങൾ വെടിവെക്കേണ്ട സമയത്ത് മുന്നിലൊരു പാകിസ്ഥാനിയാണ് എന്നുണ്ടെങ്കിൽ അവനൊരു മുസ്ലിമാണ്, ആ മുസ്ലിമിനെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നത് ഒരു നിയമമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൈന്യത്തിൽ ചേരരുത് എന്ന് പഠിപ്പിക്കുന്ന നില ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾ ഏത് മേഖല നിങ്ങളെടുത്ത് നോക്കിയാലും അവിടെ ഇസ്ലാമിനൊരു പങ്ക് നിങ്ങൾക്ക് കാണാം. 2021-22 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സാമൂഹികമായ വിഷയങ്ങൾ ഒരു 10 എണ്ണിയാൽ അതിനകത്ത് 10ലും ഇസ്ലാമിനൊരു പങ്കുള്ളത് ഞാനിവിടെ എണ്ണി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഇന്നിവിടെ നിലനിൽക്കുന്നത് അത് ഈ വിരുന്ന് വീട്ടിലെ കോഴിയെ പോലെയാണ് എന്നതിനേക്കാൾ ഉപരി, പണ്ട് അങ്ങനെ നമ്മൾ കളിയാക്കി പറയുമായിരുന്നു എങ്കിൽ അതിനേക്കാൾ അതിൻ്റെ ഭീകരമായ രൂപം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളം എന്നൊന്നും ഇനി പറഞ്ഞാൽ പോരാ, നമ്മൾ ശരിക്കും അക്ഷര സ്ഫുടതയോടുകൂടി കേരളം എന്ന് നമ്മൾ പറയണം. ഇങ്ങനെ ഇങ്ങനെ ഖാൻ എന്ന് പറയുന്നതിൽ ആ ഹ അവിടെ വരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാലേ ഇനി കാര്യങ്ങൾ നേരെയാവൂ എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ എത്രമാത്രം ലൈറ്റായിട്ട് എടുക്കുന്നോ അത്ര കണ്ട് നിങ്ങൾ ഈ പ്രശ്നം ബാധിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറും. ഇനി എക്സിക്യൂട്ടീവ്, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരറ്റത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടെ നടപ്പിലാക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് നമ്മളൊരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പച്ച വെളിച്ചം എന്നാണ് ആ വാക്ക് തന്നെ. അതായത് പോലീസ് സംവിധാനത്തിൽ ഒന്നടങ്കം കയറി പറ്റിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ സുഡാപ്പി പോലീസുകാർ. അവർ കാരണം ഇവിടെ നേരെ ചൊവ്വേ ഒരു കേസ് പോലും മര്യാദയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ, FIR ഇടുന്നതിനോ പോലും സാധിക്കാത്ത അവസ്ഥ. ഇതാണ് ഇവിടെ കാര്യങ്ങൾ. അവർ തീരുമാനിക്കും ഏത് കേസിൽ FIR ഇടണം, ഏതിലിടണ്ട എന്നുള്ളത്. അവരാണ് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുക. അതല്ലാതെ പരാതി കൊടുക്കുന്ന ആളുടെ ആവശ്യത്തിനനുസരിച്ചോ അവരുടെ പരാതിയുടെ ഗ്രാവിറ്റി നോക്കിയിട്ടോ അല്ല ഇന്ന് കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. ഇതാർക്കെതിരെയാണ്, ഇത് വന്നാൽ ആർക്കാണ് ഗുണം, ആർക്കാണ് ദോഷം എന്നൊക്കെ പച്ച പോലീസുകാർ തീരുമാനിക്കും. എന്നിട്ടാണ് കാര്യങ്ങൾ ഇവിടെ വിധി എഴുതുന്നത് പോലും എന്ന് വരുമ്പോൾ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലും എന്ന് വരുമ്പോൾ അത് ഭീകരമായ ഒരു കാലഘട്ടമാണ്. നമ്മൾ ജോസഫ് മാഷുടെ പുസ്തകം അത് നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കണം. അത് സ്റ്റോറി ടെൽ എന്ന് പറയുന്ന ആപ്പിനകത്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, അതിനകത്തൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ ഒരു വലിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.
ജോസഫ് മാഷെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പല തെളിവെടുപ്പിനും അതുപോലെയുള്ള പല കാര്യങ്ങൾക്കും പോകുന്ന സമയങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള പോലീസുകാർ വളരെ രൂക്ഷത തൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിരുന്നു, വളരെ മോശമായിട്ട് പ്രകടിപ്പിച്ചിരുന്നു, മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നത് ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. മാഷോട് ഞാനത് നേരിട്ട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത്, ഞാൻ അനുഭവിച്ചത് മുഴുവൻ എഴുതിയിട്ടില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞത്. കാരണം അത് എഴുതിയാൽ ഇവിടെ ഒരു പോലീസിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന അവസ്ഥയിലേക്ക് അത് വന്നാൽ അതൊരു ശരിയായ രീതിയല്ലല്ലോ എന്നാണ് മാഷ്. അത് മാഷുടെ നന്മയായിട്ട് നിങ്ങൾ കാണും. സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരവസ്ഥയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി, അവൻ നിങ്ങൾക്ക് എപ്പോൾ പണി തരും, അവനൊരു തീവ്രവാദിയാണോ എന്ന് ചിന്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നു. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ഇവിടെ ഓൾറെഡി ഉള്ളത്. അതിനി കൂടുതൽ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് പറ്റുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ തർപ്പിച്ച് പറയും. ഇത് പറയുന്നതിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധനാക്കുമെന്നുണ്ടെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുസ്ലിങ്ങൾ ഇത് ചിന്തിക്കണം, മുസ്ലിങ്ങൾ തിരിയണം, ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ നിന്നും തിരിഞ്ഞേ പറ്റൂ. അതിനെ തള്ളി പറയുന്നവരായിട്ട് നിങ്ങൾ മുന്നിൽ വന്നേ പറ്റൂ. ഇപ്പോൾ ഒടുവിൽ നമ്മൾ കണ്ടു ഈരാറ്റുപേട്ട സംഭവം. അവിടെ കുട്ടികൾ ആ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ കേട്ട വാദം എന്താണ്, അതിനകത്ത് മറ്റു മതക്കാരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ന്യായം കണ്ടെത്തുന്ന മുസ്ലിങ്ങളെയാണ് നമ്മളവിടെ കണ്ടെത്തിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ? അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അവിടെ കണ്ട മുസ്ലിം എന്താ പറയുന്നത്? ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ അവരും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അതായത് ആ ചെയ്തതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനകത്തൊരു പറയുന്ന ഒരവസ്ഥ, ഒരു നിലപാട് വരുന്ന ഒരവസ്ഥ അത് കാണുന്നില്ല. ഇത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇതുപോലെ ഒരു വിഷയമുണ്ടായപ്പോൾ അതിനകത്ത് ആ പേരുകൾ ഇന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ അതിനകത്ത് മൈനറായിട്ടുള്ള ആളുകളെ പേരുകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അതിനകത്ത് മേജറായിട്ടുള്ള ആളുകളുടെ പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് സാധാരണ ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ്, ചെയ്യാവുന്ന കാര്യമാണ്. അതിന് നിയമപരമായിട്ടൊരു വിലക്കുമില്ല. എന്നിരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇന്നും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു അതിനകത്ത് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് വെളിപ്പെടുത്തിക്കൂടാ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കത് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക്, ഇത് എന്താണ്, പോക്കിരിത്തരമാണ്, തെണ്ടിത്തരമാണ് എന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞു വെക്കുന്നു. അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഡാമേജ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ സമയത്തിനുള്ളിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നു. മുസ്ലിങ്ങൾ മുഴുവൻ ഇതിനെ അനുകൂലിക്കുന്നവരാണ് എന്ന വാദം ഇവിടെ ബലപ്പെടുത്തുന്നതിന് പോലും ഇത് വഴിവെച്ചിരിക്കുന്നു. അതായത് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടുത്തുന്നതിന് ഇത് വഴിവെച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ബലപ്പെടാതിരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ, അതിന് വഴി വെക്കാതിരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇത് സംഭവിച്ച സമയത്ത് തന്നെ അതിൻ്റെ ആളുകളെ പുറത്തറിയിക്കുക. ഇന്ന ആളുകളാണ് അത് ചെയ്തത്, അവർ നമ്മളുടെ സമുദായത്തിന് ദോഷമുണ്ടാക്കിയ ആളുകളാണ്, ഇവരെ നമ്മൾ തള്ളി പറയണമെന്ന് അവിടുത്തെ മതനേതൃത്വം, മുസ്ലിം മതനേതൃത്വം വന്ന് പറയുകയും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒറ്റപ്പെടുന്നത് ആരാണ്? തീവ്രവാദികൾ ഒറ്റപ്പെടുത്താൻ ലഭിക്കുമായിരുന്ന അത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ഒന്നുപോലും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, അതുപോലും മുസ്ലിങ്ങളെ മൊത്തം കുറ്റപ്പെടുത്തുന്നതിലേക്കും മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളെന്ന് മുദ്ര കുത്തുന്ന അവസ്ഥയിലേക്കുമാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി കൂടിയായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് അതിന് വഴിവെക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നോകും എന്ന ഒരു വിക്ടിം കാർഡ് ഇവിടെ പണ്ടേ ഇറക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അത് തൊട്ടാൽ പൊട്ടുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്നു. വോട്ട് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിയമം ഉണ്ടാക്കുന്നിടത്തായാലും നിയമം നടപ്പിലാക്കുന്ന സ്ഥലത്തായാലും എല്ലായിടത്തും ഇന്ന് ഇസ്ലാമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി അവിടെ ഫ്രീ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഫ്രീ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് നിലവിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് ഈരാറ്റുപേട്ട സംഭവം മാത്രം നിങ്ങളെടുത്ത് നോക്കൂ. അതിനകത്ത് കുറ്റകൃത്യം നടത്തിയ ആളുടെ പേര് പോലും പുറത്ത് വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കർണാടകയിൽ ഒരു എലക്ഷൻ വിജയം അത് നടക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടത്തിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നു.
അപ്പോൾ ഉടനെ അവിടെ ഇറങ്ങുകയാണ് ആളുകൾ. അത് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്നല്ല വിളിച്ചത്, എന്താണ് നസീർ ഭായ് ജിന്ദാബാദ് എന്നോ അങ്ങനെ കണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഫാക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സൂ ബെയർ വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ട് എല്ലാ ആളുകളുടെയും വായ അടപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ഖരഘോഷം. ഇതാണ് നമ്മൾ കേട്ടത്. പക്ഷേ അത് കേസ് വിടുന്നു, അന്വേഷണം ആരംഭിക്കുന്നു, അവിടെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു, വിളിച്ചത് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് തന്നെയാണ് എന്ന് വരുന്നു. അപ്പോൾ ഇത് അന്ന് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചത് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്നാണ് വിളിച്ചത്, അത് വിളിക്കാൻ അവിടെ പാടില്ല, അത് അവിടെ വിളിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വിളിച്ച ആളെ മാറ്റി നിർത്തിക്കൊണ്ട് അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും എന്നിട്ട് പിന്നെ തെളിവെടുത്ത് അതല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന എന്താണ്, മുസ്ലിമിനെ വേട്ടയാടിയേ എന്ന് പറയുന്നൊരു നിലവിളിക്കുള്ളൊരു സ്കോപ്പ് അവിടെ ഇല്ലാതെ തന്നെ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ സൂക്ഷിക്കണം, നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കിട്ട് പണിയുന്നത് ഈ തീവ്ര മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് സാധാരണ മുസ്ലിങ്ങൾക്കൊരു അവസരം, അത് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയല്ലേ അവിടെ ഉണ്ടാവുമായിരുന്നത്, അതുപോലും നഷ്ടപ്പെടുത്തുന്നു. അതല്ലേ ഇവിടെ കണ്ടുവരുന്നത്. ഓരോ അവസരവും ഇങ്ങനെ തീവ്രവാദികൾ ഒറ്റപ്പെടുത്താനുള്ള ഓരോ അവസരവും ഇതുപോലെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളാക്കാനുള്ള അവസരമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലായിടത്തും കാണുകയാണ്. ഇത് കർണാടകയിൽ സംഭവിച്ചു. ഇനിയിപ്പോൾ നമ്മളുടെ ആ ബ്ലാസ്റ്റ് നടന്നതിൻ്റെ വാർത്ത വരുമ്പോൾ ഇനി അത് അടുത്തത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതും ഇനി ഇതുപോലെ ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ചർച്ച പോകുന്നൊക്കെ ഒരു അവസ്ഥ എന്നാലോചിച്ചു. അല്ലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട, എന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഇനി വേറെ ആരാണെങ്കിലും ചെയ്തിരിക്കും. പക്ഷേ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ വക 2 വീഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വീഡിയോയുടെ തുടക്കം ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇനി ബാക്കിയും കൂടി ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമുക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഫ്രീ മീഡിയ പോലും ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അവർ പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിന് വേദനിക്കുമോ എന്ന ആ ഒരു വിക്ടിം കാർഡ് അവിടെ വെച്ചുകൊണ്ട് ആളുകളെ വീണ്ടും വീണ്ടും നിശബ്ദരാക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനേക്കാൾ മറ്റൊരു രസം, ഈ 5ാമത്തെ തൂണിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം. മറ്റൊരു രസം അതിനു മുന്നേ പറയാനുള്ളത് സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്ന ആൾ. സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തതും അവിടെ വലിയ തോതിൽ ചർച്ചയായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്താ സത്യത്തിൽ സിദ്ദീഖ് കാപ്പൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര പേർക്ക് അതറിയാം? സിദ്ദീഖ് കാപ്പൻ തൻ്റെ ആ മീഡിയ പേഴ്സൺ എന്നുള്ള ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിലേക്ക്, ഹത്രാസ് പോലെയുള്ള സ്ഥലത്തേക്ക് പോയി എന്നൊക്കെയാണ് അന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് മേലെ ചാർജ് ചെയ്യപ്പെട്ട കേസും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ ആ ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ആ ഒരു സംഗതി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇദ്ദേഹം ഈ മീഡിയ പേഴ്സൺ എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്നത് തീവ്രമായ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളിലേക്ക് പോകുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ മീഡിയ ടാഗ് പോലും ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾ ആലോചിക്കുക. എന്തായാലും അതും ഇവിടെ നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ ഈ തരത്തിലുള്ള ഫ്രീ സ്പീച്ചിൻ്റെ വേട്ടയാടപ്പെടുന്ന ഒരു മുഖമായിട്ട് ഇന്ന് സിദ്ദീഖ് കാപ്പൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ സിദ്ദീഖ് കാപ്പൻ ചെയ്ത പോക്കിരിത്തരം ഇന്ന് ആരും ഓർക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. അതുപോലെ മറ്റൊരു വെള്ളരിപ്രാവിൻ്റെ മുഖം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മഅദനി എന്ന് പറയുന്നൊരു വെള്ളരിപ്രാവ്, ഇദ്ദേഹമൊക്കെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള വിഷം, ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ള വിഷം, അത് നിങ്ങൾ ആലോചിക്കുക. ഇവിടെ കേരളത്തിൽ ഇവിടെ RSS നിങ്ങൾ പറയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ RSSൻ്റെ ശാഖയുള്ള ഒരു സംസ്ഥാനം അത് കേരളമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ RSSന് ഇത്രമാത്രം വേരോട്ടം ഉണ്ടാക്കിയ ഒരു വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഇരിക്കുന്ന മുതലാണ് എന്ന് നമുക്ക് പറയാം. ഇദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള വർഗീയപരമായിട്ടുള്ള സംഭാഷണങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഓഡിയോ കാസറ്റുകളും ഒക്കെ ഒരു തവണ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങളൊരു സാധാരണ മുസ്ലിം ആണെങ്കിൽ ഒരു 2 മിനിറ്റ് മതി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് നിങ്ങളെ ചോര ഇങ്ങനെ തിളച്ച് ആവിയായി പോകുമ്പോൾ നിങ്ങളറിയാതെ ഒരു തീവ്രവാദ മുസ്ലിമായിട്ട് മാറാൻ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം ജോസഫ് മാഷിയുടെ കൈവെട്ട് കേസുമായി ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൈയല്ലായിരുന്നു വെട്ടേണ്ടിയിരുന്നത്, കാലല്ലായിരുന്നു വെട്ടേണ്ടിയിരുന്നത്, തല വെട്ടി ഫുട്ബോൾ കളിക്കണമായിരുന്നു എന്ന് പറയുന്ന പ്രസംഗം ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ കേൾപ്പിച്ച് നിങ്ങൾ ഇനി ബോറടിപ്പിക്കുന്നില്ല, പലതവണ നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുള്ളതാണ്, ഷോർട്സായിട്ടും കിടപ്പുണ്ട്. ഈ തരത്തിലുള്ള ഭീകരവാദത്തിന് എല്ലാ തരത്തിലും അതിന് ഉപ്പും മുളകും പരട്ടി കൊടുത്തുകൊണ്ട് അതിനെ ഇങ്ങനെ പൊരിക്കാൻ പാകത്തിന് ഇട്ട് കൊടുത്ത ഈ വ്യക്തി ഇന്ന് ഏറ്റവും കൂടുതൽ സഹായം ഏറ്റുവാങ്ങുന്നതും വേട്ടയാടപ്പെടുന്ന ഭരണകൂട വേട്ടയുടെ ഒരു വെള്ളരിപ്രാവിൻ്റെ മുഖമായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ആരാണ്? മഅദനിയാണ്. അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷമാണ്. എന്നിട്ടാണ് ഇവിടുത്തെ നിഷ്കുകളായിട്ടുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്, ഇടതുപക്ഷം എന്ത് ചെയ്തിട്ടാ? ഇടതുപക്ഷം എന്താ ചെയ്തത്? മുസ്ലിം തീവ്രവാദത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ ചെയ്തു വെക്കുന്നത്.
ഓരോ വിഷയവും നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇത് തന്നെയാണ്. ഇതൊന്നും കാണാതെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഇടതുപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ അഭിമന്യു കേസിൻ്റെ കേസ് ഫയൽ അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനും ഒരു വലിയ ഉത്തരവാദി ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെയാണ്. സർക്കാർ അവിടെ സമ്മതിക്കണം, ഈ പറയുന്ന 4 തൂണുകളുള്ളതിൽ അതിനകത്ത് ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ആ തൂണിനെയും അവിടെ ചെതൽ അരിച്ചിരിക്കുന്നു, ഇസ്ലാം എന്ന് പറയുന്ന ചെതൽ അരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ ശരി. കാരണം ഇതുവരെയും നമ്മൾ അതിനെക്കുറിച്ച് അധികം പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് അതുകൂടിയാണ്. ജുഡീഷ്യറി ആ സംവിധാനത്തിനകത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഫയലുകൾ മിസ്സാവുക എന്ന് പറയുന്നത് ഇതിനും വലിയ നാണക്കേട്, ദുരന്തം വേറെന്താണ് ഉണ്ടാകാനുള്ളത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പണികൾ നമുക്ക് ചെയ്യാം. വീരപ്പനെയൊക്കെ പിടിച്ചകത്തിട്ടിട്ട് കേസ് ഫയലൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞാൽ പോരെ? വീരപ്പനൊക്കെ സുഖമായിട്ട് ഇറങ്ങാലോ. എല്ലാം പോയി, ഒന്നുമില്ല, എല്ലാം പോച്ച് എന്ന് പറഞ്ഞിട്ട് നടക്കാം. തെളിവ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് നടക്കാം. ആർക്കും ചെയ്യാലോ ഇങ്ങനെ. ഇപ്പം എന്നെയും അടുത്ത ദിവസം ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ തന്നെ അത് പോയി ആരെങ്കിലും വിട്ടിട്ട് അത് എടുത്ത് കളയിപ്പിച്ചിട്ട് എവിടെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് എനിക്ക് നടന്നൂടെ? അപ്പോൾ ഇത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് പറയുമ്പോഴും ഇതിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു നില ഇവിടെ ഉണ്ടാക്കി വെച്ചതാര്, ഇവർക്ക് ഇതുപോലെ കയറി മയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് പറയുന്നതാണ് നല്ലത്. ഇനി ഒറ്റ കാര്യമുള്ളൂ, ഇതങ്ങ് പിരിച്ചുവിട്ടിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഇതങ്ങ് പ്രഖ്യാപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ 5ാമത്തെ തൂണ്, അത് നമ്മളുടെ ഹലോ ഫ്രീ തിങ്കർ ഗ്രൂപ്പിൻ്റെ വളരെ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വക ആഡ് ചെയ്തതാണ്. ഒരു സുഹൃത്ത് വരച്ചു തന്നതാണിത്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിലവിൽ ഇതുപോലെ ഇൻ്റർനെറ്റിന് ചെതൽ അരിക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് ഇസ്ലാമിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻ്റർനെറ്റ് മാത്രമാണ്. ഇൻ്റർനെറ്റിന് മാത്രമാണ് അവിടെ ചെതൽ പിടിക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഇസ്ലാമിൻ്റെ കളി ഇൻ്റർനെറ്റിന് മുന്നിൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസ്ലാമിൻ്റെ അന്ത്യം അത് ഇസ്ലാമിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കൈകൊണ്ടായിരിക്കും എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അത് നമ്മൾ കാണാൻ പോകുന്നതാണ്. കാരണം നിങ്ങൾ എത്രയൊക്കെ മീഡിയ അതിനെ പിടിച്ച് കെട്ടി വെച്ചാലും, എത്രയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മോദി വാങ്ങി, അംബാനി വാങ്ങി, അദാനി വാങ്ങി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും മീഡിയ എന്ന് പറയുന്ന സംഗതി, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ മീഡിയ സ്ഥാപനങ്ങളായിട്ട് മാറാനുള്ള അവസരമാണ് ഇവിടുത്തെ ഈ ഇൻ്റർനെറ്റ് വെച്ച് നീട്ടുന്നത്. അങ്ങനെ ഒരു അവസരമുള്ളിടത്തോളം കാലം നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പൂട്ടിയാലും ഇതിലെ വീഡിയോ ഒക്കെ പല ആളുകളുടെ കയ്യിലുള്ളതുകൊണ്ട് അത് അപ്പോൾ വേറെ ഓരോരോ ചാനലുകളായിട്ട് മാറും. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതും ഇസ്ലാം ഇതുപോലെ എവിടെയൊക്കെയാണ് ചെതലരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിളിച്ച് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അത് നമ്മൾ തുറന്ന് പറഞ്ഞിരിക്കും. ഇനി അവസാനമായിട്ടൊരു കാര്യം, സാധാരണ പറയുന്ന കാര്യമാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം. അത് വെച്ചുകൊണ്ട് വേണ്ടേ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യം അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത്. കേരളത്തിലെ മാത്രം പോപ്പുലേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2011 സെൻസസ് പ്രകാരം 26.56%. ഏറ്റവും ഒടുവിലെ സെൻസസ് പ്രകാരം അത് ക്ലോസ് ടു 28% ആണെന്നും കൂടി നിങ്ങൾ ഓർക്കുക. 28% മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 28% മുസ്ലിങ്ങളെയാണോ നിങ്ങൾ ഇവിടെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ലേ? ഇവിടുത്തെ യുക്തിവാദികൾ ന്യൂനപക്ഷമല്ലേ? മാത്രമല്ല ഇവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% അത് മാത്രമേ ഉള്ളൂ എന്നും കൂടി വരുമ്പോൾ ഇത്ര ഒരു വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെയാണ് ഇവിടെ ലെജിസ്ലേച്ചറിനെ ഇസ്ലാം ബാധിച്ചിരിക്കുന്നു, എക്സിക്യൂട്ടീവിനെ ബാധിച്ചിരിക്കുന്നു, ജുഡീഷ്യറിയെ ബാധിച്ചിരിക്കുന്നു, മീഡിയയെ ബാധിച്ചിരിക്കുന്നു. ബാധിക്കാത്തത് ഇൻ്റർനെറ്റ് മാത്രമാണ്. ഈ 4 തൂണുകളെയും ഇവിടെ ചെതലരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിനെ ഭയക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ഇവിടെ ഹിന്ദു സമുദായത്തിന് ഇവിടെ ഉണ്ടായിട്ടും അങ്ങനെ അതിനൊരു ചെതലരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയണം എന്നും കൂടിയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അത് ഹിന്ദു മത വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ആ റിലീജിയൻ്റെ മേന്മയായിട്ടല്ല ഞാനിവിടെ പറയുന്നത്. ആ ഹിന്ദു മത വിശ്വാസികളായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത തന്നെയാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്ലൂസിവിറ്റി അവിടെ ഉണ്ട്. ആ ഇൻക്ലൂസിവിറ്റി ഇവിടുത്തെ മുസ്ലിങ്ങൾ കണ്ടുപഠിക്കണം. 1. 2, ഹിന്ദു മതവിശ്വാസികൾക്ക് ഇല്ലാത്ത 2 സാധനങ്ങൾ. 1, വിക്ടിം കാർഡ് കളിക്കുക എന്ന് പറയുന്ന പരിപാടി, അത് അവർക്കില്ല. 2ാമത്തെ കാര്യം, ഈ ടെറർ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കൺട്രോൾ നേടുന്ന ഒരു രീതി, അതും ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. എന്നാൽ ആഗോളതലത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇസ്ലാമിൻ്റെ 1-ാം നമ്പർ ആയുധമാണ് ഈ വിക്ടിം കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന്
ആ വിക്ടിം കാർഡും ചിലവാകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? നിലാവെളിച്ചം കണ്ടപ്പോൾ അറിയാതെ ഈ നീലക്കുറുക്കൻ കൂകിപ്പോയി. ജൂതവിരുദ്ധത. ലോകത്തെമ്പാടും ഇന്ന് ജൂതവിരുദ്ധത പടച്ചുവിടുന്നത് ഒരേ ഒരു കൂട്ടരാണ്. അത് ഹിന്ദുക്കളല്ല, അത് ക്രിസ്ത്യാനികളല്ല, അത് ബുദ്ധമതക്കാരല്ല, ജൈനരല്ല, സിഖുകാരല്ല, അത് മുസ്ലിങ്ങൾ മാത്രമാണ്. മുസ്ലിങ്ങൾ മാത്രമാണ്. അത് ഏത് മുസ്ലിം, തീവ്രവാദി മുസ്ലിമാണോ അല്ലാത്ത മുസ്ലിമാണോ എന്നൊക്കെ നിങ്ങളിനി തീരുമാനിക്കുക. ലോകത്ത് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലടക്കം ഇരുന്നുകൊണ്ട് ഈ ജൂതർക്കെതിരെ സംസാരിക്കുന്നത്, ജൂതർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന്, ജൂതനെ കണ്ടാൽ വെട്ടിക്കൊല്ലണമെന്ന് വരെയുള്ള തീവ്ര ആശയങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ ഓരോ മഹല്ല് പള്ളികളിൽ പോലും വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ആരെങ്കിലും ഒരു തൊപ്പിയും വെച്ച് ചെല്ലുക, കാക്കമാർ പോലെ നിങ്ങൾക്ക് ചെന്ന് കേൾക്കാം. അവിടെ നിങ്ങൾ കാണും. പ്രത്യേകിച്ച് ഈ യുദ്ധം എന്തായാലും ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇവിടെ ഉടനെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. റമദാനിന് മുന്നേ അവസാനിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു, നടക്കാൻ പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റമദാനിലെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നിങ്ങൾ തൊപ്പിയും വെച്ച് പോവുക. അങ്ങനെ നിങ്ങളവിടെ പോയിട്ട് അവിടുത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക. സലഫി പള്ളികളിൽ പ്രത്യേകിച്ചും, അതുപോലെ സുന്നി പള്ളികളിൽ നിങ്ങൾക്ക് പോകാം. തറ പ്രസംഗം EK സുന്നികളുടെ പള്ളിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഉസ്താദുമാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നാൽ ഞാനിവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ചെയ്തു തരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവർ പച്ചയ്ക്ക് പറയാൻ പോകുന്നൊരു കാര്യമാണ്, ജൂതരെ ഇല്ലായ്മ ചെയ്യണമേ. നമ്മൾ പറയാറുണ്ട് ശാപപ്രാർത്ഥന എന്ന് പറയുന്ന സാധനം. ജൂതർ, കാഫിറുകളായിട്ടുള്ള ആളുകളെ ഇല്ലാതെയാക്കണം, അവരെ നിന്ദ്യരാക്കണം എന്ന് പറയുന്ന പ്രാർത്ഥന ഇസ്ലാം പ്രാർത്ഥിക്കുന്നു. ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? മുസ്ലിങ്ങളെ നിന്ദ്യരാക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മുസ്ലിങ്ങളത് പ്രാർത്ഥിക്കുന്നു. അത് അർത്ഥം അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അർത്ഥം അറിയാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തു തന്നെയായാലും അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ അവർ ആമീൻ പറയുമ്പോൾ, അവരൊറ്റയ്ക്ക് ആമീൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ജാളിത അവർക്കില്ലാതെയായി പോകുന്നത് എന്തുകൊണ്ടാണ്? കൂടെ അർത്ഥം അറിയാതെ ഇരുന്നിട്ട് ആമീനെ എന്ന് വിളിച്ചു കൂവുന്ന ബാക്കി ഈ കാക്കമാരിരുന്ന് കൂവണോണ്ടാവും കൂടിയാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇത് അർത്ഥമറിയുന്ന ഈ ബോധമുള്ള ഒരു കാക്കാൻ ബാക്കിലിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പറയണത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ആമീൻ പറയാതിരുന്നാൽ അവിടെ ഉറക്കെ ആമീൻ കൂകുന്ന ആളുകളാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദികളെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? അത് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഇത് മുസ്ലിം വിരുദ്ധതയാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് നമ്മൾ പറയും. കാരണം ഞാനും ഒരു കാലഘട്ടത്തിൽ മുഴുവനും ഈ ശാപപ്രാർത്ഥന, ജൂതന്മാരെ ഇല്ലാതെയാക്കണമെന്നും അവിശ്വാസികൾക്ക് അവരെ നിന്ദ്യരാക്കണമെന്നും കാഫിറുകളെ നിന്ദ്യരാക്കണമെന്നുമുള്ള പ്രാർത്ഥന, അതിൻ്റെ അർത്ഥമറിയാതെ ആമീനും ഭൂമീനും ഒക്കെ പറഞ്ഞു നടന്നിരുന്ന ആളാണ്. പക്ഷെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ആമീൻ പറയൽ നിർത്തി, ആ പ്രാർത്ഥന ഞാൻ നിർത്തി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഓരോ മുസ്ലിമിനും സാധിക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ഒരു മുസ്ലിമെങ്കിലും കേട്ടാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് തിരിച്ചറിയണമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ സംഗതികൾ പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം നിങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജൂതരെ ഇല്ലാതെയാക്കാനും, ക്രിസ്ത്യാനിയെ ഇല്ലാതെയാക്കാനും, ഹിന്ദുവിനെ ഇല്ലാതെയാക്കാനും, മത വിട്ട ആളുകളെയും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെയും നിന്ദ്യരാക്കാനും വേണ്ടിയിട്ട് കൊതം കുത്തി പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ഈ ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞിട്ട് നിലവിളിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ടെറർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നമ്പർ 1 ടൂളാണത്, ടെറർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരാളിപ്പോൾ കയ്യും കാലും വിപരീത ദിശയിൽ നിന്നും വെട്ടാൻ വരുമ്പോൾ 5:33 പ്രകാരം ഖുർആൻ എടുത്ത് വെച്ച ഓതി അതിങ്ങനെ വലത് ഇടത് എന്നൊക്കെ പറഞ്ഞ് വെട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അവർക്ക് വേണമെങ്കിൽ ആരും അറിയാതെ വന്ന് വെട്ടിയിട്ട് പോവാം. ജോസഫെ നിൻ്റെ കൈ ഞാൻ വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് വെട്ടിയിട്ട് പോകാം. അതല്ലല്ലോ അവർ ചെയ്യുന്നത്. അവരവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിനകത്ത് അള്ളാഹു അക്ബർ വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? അപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങളിത് ചെയ്യുന്നു, ഇത് ദീനിന് വേണ്ടിയിട്ട് അത് ചെയ്തു വെക്കുന്നു എന്നത് മാത്രമല്ല, ഇത് ചെയ്യാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്നും കൂടി അറിയിക്കുക ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങളെ സൂക്ഷിക്കണം, നിങ്ങൾ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കുക. അതുതന്നെയാണ് ഇവിടെ അവലും മലരും കുന്തിരിക്കൊക്കെ തയ്യാറാക്കി വെച്ചോ എന്ന ആ മുദ്രാവാക്യം ഇവിടെ വിളിപ്പിച്ചപ്പോഴും നമ്മളവിടെ പറയുന്നത് ഇതേ സാധനം തന്നെയാണ്. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ടെറർ അഴിച്ചുവിടുക എന്നതാണ്. ആ ടെററിലൂടെയാണ് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതുപോലെ ഷാനി ലൂക്കിൻ്റെ കാര്യം, ആ ചിത്രം നമുക്കിവിടെ കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ചിത്രം വെക്കുകയാണ്. ഹമാസ് ഒക്ടോബർ 7 ഇതുപോലെ ഒരു സ്ത്രീയെ അല്ല പല സ്ത്രീകളെയും ഇതുപോലെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവരെ ബലാത്സംഗം ചെയ്ത് അവരെ ആ നഗ്ന ശരീരങ്ങൾ ആ ട്രക്കിൻ്റെ പിന്നിലിട്ടുകൊണ്ട്
അവർ പിടിച്ച് വലിച്ചഴയ്ക്കുമ്പോൾ, അതിന് മുകളിൽ ചവിട്ടിക്കൂട്ടുമ്പോൾ, അത് റെക്കോർഡ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഹമാസിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ അത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത്, അത് മറ്റുള്ള എല്ലാ ചാനൽസിലൂടെയും അവരത് പ്രചരിപ്പിച്ചിരുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങൾ ചില്ലറക്കാരല്ല, നിങ്ങൾ ഞങ്ങളോട് കളിച്ചാൽ ജൂതരെ കണ്ടുപഠിച്ചോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന പണി ഇതാണ് എന്ന് പഠിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ടെറർ ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ടെററിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇസ്ലാമിൻ്റെ ടൂളാണത്. ഇത് അവർ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലേ എന്ന്. ഇസ്ലാമിൽ നിങ്ങൾക്കറിയാം ഈ പബ്ലിക് എക്സിക്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കോർട്ടിൽ വിചാരണ കഴിഞ്ഞ് ശിക്ഷ വിധിക്കുന്നു, വധശിക്ഷ വിധിക്കാറുണ്ട്. നമ്മളാരും ഇങ്ങനെ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന ആളുകൾ ഇങ്ങനെ കസേരയിട്ട് ഇരുത്തി ഇതല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണ്? നമുക്കൊരു മാന്യമായ ഒരു രീതി അതിനകത്ത് നമ്മൾ വെക്കുന്നു. കുറ്റവാളിയാണെങ്കിൽ കൂടി കുറ്റവാളിക്കും ചില അവകാശങ്ങളുണ്ട് എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കുറ്റവാളിയെ നമ്മൾ ശിക്ഷിക്കുന്നതിന് ഉദ്ദേശം പോലും ആ കുറ്റവാളിയെ ഇല്ലായ്മ ചെയ്താൽ അവിടെ ഒരു നീതി വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേറ്റീവ് ജസ്റ്റിസ്, അതുപോലെ തന്നെ റിഫോർമേറ്റീവ് ആയിട്ടുള്ള ചില ആക്ഷൻസും കൂടി അതിനകത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. അതിന് പല രീതിയിലുണ്ട് അത് ചെയ്തു വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വധം നടത്താൻ പോകുന്നു, വധശിക്ഷ നടപ്പാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തും അത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞും പങ്കുവച്ചും ആളുകളിലേക്ക് പ്രചാരം കൊടുത്തു തന്നെയാണ് അതവിടെ നടക്കുന്നത്. അതല്ലാതെ ആളുകളിൽ ട്രോമ ഉണ്ടാക്കിയിട്ടല്ല ഇത് നടത്തുന്നത്. ഇത് കണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ട് ഇത് കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഒരു പുതുമയില്ലാതെ വരും. അവിടെ ആ ഒരു ഇതൊന്നും ഒരു വലിയ സംഭവമേ അല്ല എന്ന് വരുമ്പോൾ ഇതുപോലെ കസേരയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് തള്ളട്ടെ പോരട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിയുന്നൊരു അവസ്ഥയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഈ തരത്തിലുള്ളൊരു നിയമം നടപ്പിലാക്കുക എന്നത് ആണ് എന്നുണ്ടെങ്കിൽ ഇതല്ല അതിൻ്റെ രീതിയിൽ നിന്ന് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു വെക്കണം. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ പബ്ലിക് എക്സിക്യൂഷൻസ് പോലും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാം ഇങ്ങനെയാണ്, നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ടെറർ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ ആ നിയമം പോലും നടപ്പിലാക്കുന്നതെന്ന് വരുന്നിടത്താണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ടൂൾ അത് വിക്ടിം കാർഡ് ആൻഡ് ടെറർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഉണ്ടായി. ആ രാജ്യം ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ടായി, ആ രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നും അവിടെ തലകുത്തി നിൽക്കുകയാണ്. രണ്ടിടത്തും പിടിമുറുക്കിയിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദവും ഇസ്ലാമിക ആതങ്ക്വാദിയവും അവർ ഒപ്പിക്കുന്ന പരിപാടികളുമാണ്. ഇന്നും അവർക്ക് രക്ഷ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ആ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അവർ 3-4 കഷ്ണമായിട്ട് തുണ്ടമാകാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പല കഷ്ണങ്ങളായിട്ട് മാറാൻ വേണ്ടി നിൽക്കുന്നു. ഇതാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അന്ന് അങ്ങനെ ഒരു വിഭജനത്തിന് ശേഷവും ഇന്ത്യ ഇതുപോലെ ഒറ്റ രാജ്യമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഭൂരിപക്ഷം ജനത അത് ഹിന്ദു ജനതയായതുകൊണ്ടും അവരിൽ അന്തർലീനമായിട്ടുള്ള സംഗതികൾ എന്ന് പറയുന്നത് ഈ ടെററോ ഈ വിക്ടിം കാർഡോ അല്ല എന്നുള്ളതും എപ്പോഴും മുന്നോട്ട് പോകണം, മുന്നോട്ട് ജീവിച്ച് കാണിക്കണം എന്നുള്ള രീതി, അവരുടെ മുന്നിലുള്ള കാലഘട്ടവുമായിട്ടും സമൂഹവുമായിട്ടും ഇഴകിച്ചേരണം എന്നുള്ളൊരു ചിന്താഗതി, ആ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന സംഗതി അവരുടെ ഇടയിൽ ഈ കാസ്റ്റീസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുറേയെങ്കിലും അതൊക്കെ തള്ളിക്കൊണ്ട് കേരളത്തിലെങ്കിലും ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ പോലും അത് നമ്മളെ തെളിയിക്കുന്ന എന്താണ്? ഹിന്ദുക്കൾക്ക് കാസ്റ്റിസത്തിൻ്റെ ആ ഒരു മാരണത്തിനും മുകളിലേക്ക് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സമൂഹം തന്നെയാണ് ഹിന്ദുക്കൾ എന്നും കൂടിയാണ് അവരവിടെ പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ളൊരു സംവിധാനം, ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ജനത എന്ന് പറയുന്നത് തന്നെയാണ് വേൾഡിന്, ലോകത്തിന് തന്നെ ആക്കാവുന്ന ഒരു ജനതയായിട്ട് മാറുക എന്ന് പറയുന്നതിൽ നമുക്ക് എന്തിനാ മടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഐ ഓൾവേസ് റിമൈൻഡ് മുസ്ലിംസ് ദാറ്റ് ഇന്ത്യ ഈവൻ ആഫ്റ്റർ പാർട്ടീഷൻ റിമെയിൻസ് എ സെക്യുലർ കൺട്രി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹിന്ദു മെജോറിറ്റി എന്ന് പറഞ്ഞത് കെ മുഹമ്മദാണ്, ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ്. നമുക്കറിയാം ബാബറി മസ്ജിദിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ്. അതിൽ അദ്ദേഹത്തെ ഉടനെ സംഖ്യയാക്കുന്നു, അദ്ദേഹത്തെ ഉടനെ സൂഫിയാക്കുന്നു, അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്നു. എന്തു തന്നെയായാലും ഈ പറഞ്ഞ കാര്യം ഒരു വാസ്തവമാണ്. ഇത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ ഇന്ന് ഇന്ത്യയായിട്ട് ഇവിടെ നിലനിൽക്കുന്നു, ഒറ്റ രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ഇവിടെ ഒരു ഹിന്ദു മെജോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ആ ഹിന്ദു മെജോറിറ്റിയെ അവരിലൂടെ ഒരു ഭൂരിപക്ഷ വർഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണ്? ഇവിടുത്തെ RSS പോലെയുള്ള തീവ്ര സംഘടനകൾ പോലും ഉണ്ടാകുന്നതിന് പോലും കാരണമായത് ഇവിടുത്തെ ഈ ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് പറയുമ്പോൾ, നമ്മളെ 1921 അടക്കമുള്ള വിഷയങ്ങളാണ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്തു വെച്ചത് എന്താ?
ഇതുപോലെ നിന്നിരുന്ന ഒരു സമൂഹത്തെ കൊണ്ട് നിങ്ങൾ തീവ്രമായിട്ട് ചിന്തിപ്പിക്കുന്നു, അവരെ കൊണ്ട് ആയുധമെടുപ്പിക്കുന്നു എന്നതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഇവിടെ ഭൂരിപക്ഷം 50% വരുന്ന, അല്ലെങ്കിൽ അതിലും അല്പം കൂടി നിൽക്കുന്ന ഇവിടുത്തെ ഹിന്ദു സമൂഹം നിലവിൽ അവർ സമാധാനപ്രിയരാണ്. അവർ കാര്യങ്ങൾ അവരുടെ ഒരു നിയമത്തിനനുസൃതമായിട്ട് ഇൻക്ലൂസിവിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഎക്സിസ്റ്റൻസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തെ കൊണ്ട് ആയുധമെടുപ്പിക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളോട് എനിക്ക് അപ്പീൽ ചെയ്യാനുള്ളത്. എൻ്റെ ഒരു അഭ്യർത്ഥന അത് മാത്രമാണ്. നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഈ ഭീകരവാദികളോടൊപ്പം കൂടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഓരോ വിഷയങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു വിഷയമാണ്. അഭിമന്യുവിൻ്റെ കേസിലൊക്കെ സംഭവിച്ചിട്ടുള്ള വിഷയം എല്ലാം വിരൽ ചൂണ്ടുന്നത് ആ ഒരു വലിയൊരു പിക്ചറിലേക്കാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനം അത് അൽ കേരളമായിട്ട് മാറുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ ലക്ഷണമായിട്ട് തന്നെ നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ഉണ്ട്, അത് മുസ്ലിങ്ങൾക്ക് ആ ബ്രിട്ടൻ എന്ന് പറയുന്ന UK അവിടെ എങ്ങനെയാണ് നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ, അതുപോലെ ഇന്തോനേഷ്യ, പിന്നെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള തീവ്രമായ നിലപാടുകളുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു. അവർ വിസ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് റിജക്ഷൻ, അതാണ് വരാൻ പോകുന്നത്. നിലവിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് അതിന് കാരണം? ബിക്കോസ് ദേ ഹാവ് ഐഡൻറ്റിഫൈഡ് ഇസ്ലാം ആസ് ദ റീസൺ, ഇസ്ലാമിക് എക്സ്ട്രീമിസം ആസ് ദ റീസൺ. അതായത് അവരുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആ കോഎക്സിസ്റ്റൻസിനും ഡെമോക്രാറ്റിക് പ്രോസസ്സിനും ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് അത് ഇസ്ലാമിൽ നിന്നുമാണ്, ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകളിൽ നിന്നുമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു. അതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന, വെള്ളവും വളവും ഒക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്നത് ആരാണ്? അത് ഇടതുപക്ഷം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് അവർ ഇറങ്ങി തിരിച്ചത് എന്നാണ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ വാർത്ത നിങ്ങൾക്ക് അവിടെ കാണാം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ കേൾക്കാം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശക്തമായ നടപടികൾ ഇവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന സർക്കാർ ആര് തന്നെയായാലും അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ബോധ്യത്തോടു കൂടിയല്ല മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ കേരളം തീർച്ചയായിട്ടും ഒരു അൽ കേരളമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതാ ഉച്ചാരണം നിങ്ങൾ ശരിയാക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അൽ കേരളമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് കാത്തിരിക്കാം. ഈ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നത് ഏത് വിധേനയാവുമെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ പോക്ക് അത്ര ശുഭകരമല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാകുന്നു. പല രീതിയിൽ അത് തെളിഞ്ഞു വരുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഒരു ദുരുദ്ദേശം മാത്രമാണ് എനിക്കുള്ളൂ. അതിവിടെ ചെയ്തുകൊണ്ടിരിക്കും. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക, മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഹലോ ഫ്രീ തിങ്കർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് ടെലഗ്രാമിൽ. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചർച്ചകളിലും മറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നതിനൊക്കെ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ എനിക്കൊക്കെ പ്രത്യേകിച്ച് വല്ല തെറി അയക്കണം എന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇത് നിർത്തുന്നു. നമ്മളെ ചാനലിൻ്റെ ആ പ്രോസസ്സിൽ, ഇതിൻ്റെ റണ്ണിങ് പ്രോസസ്സിന് സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മൾ അഡ്മിൻസ് ആൻഡ് അതർ സപ്പോർട്ടേഴ്സ്, എല്ലാ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് ഒരു പ്രത്യേക നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.